പെപ്പച്ചൻ റൊമാൻസ് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അതോട് ചേർന്ന് നിന്ന ഒരു റൊമാൻസ് ആണ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു കലിപ്പനായിട്ടുള്ള ആളിൽ നിന്ന് റൊമാൻസ് ചെയ്തിട്ട് തിരിച്ച് ഈ ആളിലേക്ക് വരുമ്പോൾ, ഹക്കീമിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിലൊരു ഡിഫറൻസ് എന്തായിരുന്നു? ഡിഫറൻസ് വൺ മൂവി തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോൺവേ. അത് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് റോം കോം, ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള റോ കൈൻഡ് ഓഫ് മൂവിയാണ്. രണ്ടുപേരും ഡിഫറെൻറ്റ് രീതിയാണ് രണ്ടുപേരുടെയും. പക്ഷെ രണ്ടുപേരുമായിട്ട് ഐ തിങ്ക് ഐ ഹാവ് എ ഗുഡ് ബോണ്ട്. ലൈക്ക് എന്നെ ഐ ഫീൽ കംഫർട്ടബിൾ അവരോട് ആക്ട് ചെയ്യാൻ. ഇപ്പോൾ പെപ്പയാണെങ്കിലും നല്ല കൂട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ വർക്ക് റീസെൻ്റ് കാണുവാണെങ്കിൽ മെസ്സേജ് ചെയ്യും നന്നായിട്ടുണ്ടെന്ന്. ഡിഫറെൻറ്റ് മൂവി ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കെമിസ്ട്രിയാണ്. നിർമ്മലേട്ടൻ്റെ കോമഡികൾ കാണാനാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് സീരിയസ് ജോണറാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവിടെ സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതിൽ ഞാനൊരു സീരിയസ് ക്യാരക്ടർ എന്ന് പറഞ്ഞുകൂടാ. ചില സ്ഥലങ്ങളിലൊന്ന് മാറ്റിപ്പിടിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. ഞാനതിൽ ചെയ്തതും ഹ്യൂമർ തന്നെ ഒരു പരിപാടിയാണ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നെ ഇവരുടെ കുറച്ച് മൂത്ത ആളാണ്. അപ്പം ഞാൻ അവസാന വാക്ക് ഞാൻ പറയാം, എൻ്റെ വാക്കിന് വിലയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ചൊരു ഇമോഷണൽ പരിപാടിയൊക്കെ പിടിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിൽ മൊത്തം ഇവരെ പോലെ ഈ മാസ് ഫൈറ്റ് പരിപാടിയൊന്നും ഞാനില്ല. അവർ പറയുന്നുള്ള പരിപാടിയുള്ളൂ. സിറ്റുവേഷനിലെ കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ നമ്മൾ ഓർത്തുണ്ട്. അപ്പം ഫൈറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യും. ഓടി വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇവര് ഒരു ഒറ്റ ഓട്ടമാണ് ഇവരിൽ മൂന്നാളും കൂടെ. അക്കി മുന്നോട് പുറകിൽ ഇവര് ഓടുന്നു. അപ്പൊ ഞാൻ പറയുക പോയി അടിക്കടാ. ഞാൻ പിന്നെ അഭിനയത്തിന് കുറച്ച് ഇതുള്ളതുകൊണ്ട് ഞാൻ ഓടാൻ നിന്നില്ല. ഞാൻ അഭിനയിച്ച് കാണിച്ചു. ചേട്ടൻ പറയുമ്പോൾ തന്നെ അതൊരു കോമഡി ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം ഈ സീരിയസ് സിറ്റുവേഷനിൽ നിർമ്മലേട്ടൻ്റെ കോമഡി ഇതുപോലെ എന്തെങ്കിലും സെറ്റിൽ വന്നിട്ടുണ്ടോ? നിർമ്മലേട്ടൻ പൊതുവെ എന്താ പറയുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഈസി ഗോയിങ് ആയിട്ടുള്ള, വളരെ അധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എപ്പോഴും തമാശ പറയാനാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ നിർമ്മലേട്ടൻ മാത്രമല്ല, പൊതുവെ സെറ്റ് മുഴുവൻ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണി 3 മണി വരെയൊക്കെ ഞങ്ങൾ ഷൂട്ടുണ്ടാകുമ്പോൾ പണ്ടൊക്കെയാണൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്ന് കരുതുന്നത്. പക്ഷെ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്യാം. ഷൂട്ടർ ഭാഗത്ത് ഇറക്കുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഷൂട്ടില്ലെങ്കിലും സെറ്റിലുണ്ടാവും. ഭയങ്കര രസമായിട്ട് ഒരു കല്യാണ വീടാണ്. ശരിക്കും കല്യാണ വീട്, ഫ്രണ്ടിന്റെ വീട്, ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയാക്കുന്നു. അല്ല, അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ ഒരു പോയിന്റ് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ എന്താ പറയാ, ഷൂട്ട് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ തീർന്നു, ഇനി അടുത്തത് എന്തായിരുന്നു ആലോചിക്കാം. പക്ഷെ ഇത് സിനിമ കഴിഞ്ഞപ്പോൾ അയ്യോ തീർന്നു പോയല്ലോ. കാരണം ഞങ്ങൾ 40 ദിവസം ചാർട്ട് ചെയ്ത് 33 ദിവസത്തിനുള്ളിൽ തീർന്നു പോയി. അപ്പോൾ ഇനി എടുക്കാനൊന്നും ഇല്ലേ അല്ല, നമ്മളൊക്കെ ഒരുപാട് താരങ്ങളുടെ നായക നടന്മാർ, വലിയ താരങ്ങളാണെങ്കിലും നമുക്ക് ലാലേട്ടൻ എല്ലാവരുടെ പടത്തിൽ അഭിനയിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയാലും ഹക്കീമിനെ ചിലപ്പോൾ വിളിക്കും. ഹക്കീമെ എന്തൊക്കെയാ, ചിലപ്പോൾ നമ്മളെന്ത് ഫീലോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് പ്രശ്നങ്ങളോട് ഞങ്ങൾ മാറും. അപ്പോൾ ഇങ്ങനെ പറയാൻ എനിക്ക് സിനിമാ സൗഹൃദങ്ങൾ വളരെ കുറവാണ്. ഇപ്പം ഈ ഘടകം കഴിഞ്ഞോടെയാണ് എനിക്ക് ഈ ഫായസ് ഹക്കീം ഇങ്ങനൊരു ടീമായിട്ട് കുറച്ച് അടുപ്പുണ്ടായത്. അല്ലാണ്ട് സിനിമ കഴിയാൻ ബൈ പറഞ്ഞു പോരാ. എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അശോകൻ ചേട്ടൻ എൻ്റെ വാപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് വന്ന് ഇങ്ങോട്ട് വന്ന് ആ ഒരു ഐസ് ബ്രേക്കിംഗ് പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് പെട്ടെന്ന് തന്നെ മിങ്കിളായി. ഇപ്പോൾ എന്താ പറയുക, ഒരാഴ്ച കൂടുമ്പോൾ ഞാനൊന്നുമില്ല അശോകൻ ചേട്ടനെ വിളിക്കും, അശോകൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും, നിർമ്മലേട്ടനെ വിളിക്കും. അത് ഭയങ്കര ഒരു സൗഹൃദമാണ്. അതൊരു എന്താ പറയുക, ഇപ്പോൾ രഞ്ജിത്ത് സാർ കൂടെ ഉണ്ട്. രഞ്ജിത്ത് സാറിനകത്ത് ഭയങ്കര രസമായിട്ട് തമിഴിൽ ഹീറോ ആയിട്ടില്ലെങ്കിൽ മെയിൻ വില്ലനായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ വന്ന് നമ്മുടെ പടവുമായിട്ട് സഹകരിക്കുമ്പോൾ പുള്ളിയായിട്ടുള്ളൊരു കോണ്ടാക്ട്, അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. കടകൻ എനിക്ക് സംഭവിച്ചേക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ്. എനിക്കെപ്പോഴും സിനിമ അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമ എന്നെ വന്നങ്ങ് ചൂസ് ചെയ്യും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടകനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കടകൻ എന്നെ വന്ന് ചൂസ് ചെയ്തിട്ട് പോവുകയായിരുന്നു. കാരണം കടകൻ സിനിമ തുടങ്ങുന്നതിൻ്റെ ഷൂട്ടിൻ്റെ ഒരു 1.5 ആഴ്ച മുന്നെയാണ് ഞാൻ അതിനകത്ത് ഇന്നാവുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി ചെല്ലുമ്പോൾ എല്ലാം റെഡിയാണ്. ഉള്ള പ്രീ പ്രൊഡക്ഷൻ റെഡിയാണ്, ആർട്ടിസ്റ്റ് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഷൂട്ട് തുടങ്ങിയാൽ മതി, ക്യാമറ റോൾ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അതിനകത്ത് ഇന്നാവുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഓൾറെഡി അവർ ഇത്ര നാളായിട്ട് പ്രീ പ്രൊഡക്ഷനിൽ ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു റാപ്പോ, അത് ഭയങ്കര ഒരു രസമുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു
ആ ഒരു അവരുടെ കൂടെ കയറി നിന്നാൽ മതി, ആ വൈബ്രേഷൻ താനേ നമ്മളിലും വന്ന് ചേർന്നുള്ളൂ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയൊരു ഷൂട്ടാണ്. അതാ ഇത്രയും നേരത്തെ തീർന്നു തന്നെ. നമ്മളെല്ലാരും ഭയങ്കര കൂട്ടായ്മയായിട്ട് ഭയങ്കര ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്തൊരു മൂവിയായിട്ട്. തീർച്ചയായും 40 ദിവസം ചാർട്ട് ചെയ്ത് 31 ദിവസം തീരണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റി. ഈവൻ ദോ 15 ദിവസത്തോളം ഫൈറ്റ് ആയിരുന്നു എങ്കിൽ കൂടി പടമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ തീർക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അത്ര അധികം ഗിവ് ആൻഡ് ടേക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അതാണ് ഈ പ്രൊമോഷനൊക്കെ വിളിക്കുമ്പോഴേ, പ്രൊമോഷൻ സിനിമ അയ്യോ എല്ലാവരും കൂടെ ഒന്നുകൂടി കാണാലോ, എല്ലാവരും കുറച്ചുകൂടി ഇരിക്കാലോ, അതൊരു റീയൂണിയൻ പോലെ. അപ്പം ഈ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം അതിൽ നിന്ന് വന്നൊരു കല്യാണപ്പാട്ട് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ്ങിൽ 3 മറ്റോ ആണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഒരു മലബാർ കല്യാണമാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു മലബാർ കല്യാണങ്ങൾ പറയാനായിട്ടും ആഘോഷിക്കപ്പെടാനായിട്ടും വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു. മലബാർ ബേസിക്കലി നമ്മളന്ന് അവിടെ ആക്ച്വലി കുക്ക് ചെയ്തിരുന്നു അല്ലേ? അതാ കഴിച്ച നമ്മള് അത് തന്നെ നമ്മള് കഴിച്ചേ. ഞങ്ങളെ കല്യാണം പോലെ തന്നെയായിരുന്നു. ഇപ്പൊ അവിടെ കുക്ക് ചെയ്യുക, അവിടെ ആൾക്കാരെല്ലാം കൂടിയിരുന്നു, സൊറ പറഞ്ഞ് ഗെയിംസ് കളിച്ച് ഷൂട്ടാണെന്ന് നമ്മൾ മറന്നു പോകും. അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടാവും, അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ ആക്ച്വലി ഞങ്ങള് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നത് ചിരിക്കുന്നത് കോസ്റ്റ്യൂമിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഷൂട്ട് നടക്കുന്നുണ്ട് പാരലി. വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂമിൽ മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളറിയാവുന്ന പരിപാടി ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും ബാക്കിൽ. പിന്നെ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അവസാനം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് നാട്ടുകാരെല്ലാരും കൂടി ഡാൻസ് കളിച്ച് ഒരു ഷൂട്ട് ഈ ആ സമയത്ത് ഒരു 3:30 മണിക്കുണ്ട്. ഒരു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര തകർന്നിരിക്കണം. എന്താ ചേട്ടാ എപ്പോഴാ കഴിയാ ഷൂട്ട്? ഭയങ്കര സങ്കടമാണ്. പെട്ടെന്ന് ചേട്ടാ ഉറക്കം വരും. ആ ഉറക്കം വരുന്നുണ്ട്, കാലിനെ ചെറിയ പരിക്കുപറ്റിനൊന്ന് കുറച്ച് കിടക്കം വേണം, തീരെ വയ്യ. ചേട്ടാ പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ആർട്ടിസ്റ്റാണോ? അല്ല പിന്നെ കാണാൻ വന്നതാ, കിടന്നോടെ നിങ്ങളിവിടെ ഉണ്ടായിക്കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോയി കിടക്കുക. മൂപ്പർക്ക് തോന്നുന്നില്ല, വീട്ടിൽ തോന്നുന്നില്ല. ഞങ്ങളൊക്കെ പോയാലേ മൂപ്പര് വീട്ടിൽ പോകുള്ളൂ. അത്രയും വയ്യ. എപ്പോഴും തീരെ പെട്ടെന്ന് തീർക്കാൻ ഇത് കണ്ടോണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ളത് വീട്ടിൽ പോകണമെന്ന്, കിടക്കണമെന്ന്. കാര്യം അത്രയും ആളുകൾ ഈ സെയിം കണ്ടിന്യൂറ്റി വരെയായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നല്ല, അവരുടെ നാട്ടുകാരാണ്. നമ്മളാ ഈ ഫൈറ്റ് കണ്ടാ അറിയാം. 2 ദിവസത്തെ ഫൈറ്റ് ആയിരുന്നു. അത് ഒരു ദിവസമായിരുന്നു ശരിക്കും ഫൈറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഈ 2 ദിവസം ഈ പാട്ടും ഫൈറ്റും നമ്മൾ മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വിത്ത് കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂംസ് അവർ തലേന്നിട്ട് അതേ കോസ്റ്റ്യൂമോട് കൂടി തന്നെ പിറ്റേ ദിവസം വന്ന് നമ്മളോട് സഹകരിച്ചു എന്നുള്ളത്. അതെല്ലാവരും തന്നെ വന്നു. ഏകദേശം 10,000 1500 ജനങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ആൾക്കാർ വീണ്ടും തിരിച്ചതുപോലെ തന്നെ വന്ന് സഹകരിച്ചു. അത് ഭയങ്കര രസമാണ്, അതൊരു ഭാഗ്യമാണ്. വൈകുന്നേരം ആകുമ്പോ കറക്റ്റ് കത്ത് കൊടുത്ത് വിളിച്ച പോലെ കൊണ്ടേ വാ, അവരെല്ലാരും കൂടെ വന്നു. ഷൂട്ടിനിടയ്ക്കൊക്കെ മാറിയിക്കാൻ പറഞ്ഞു. അതങ്ങനെ മാറും, ഞാൻ ഇന്നലെ ഇവിടെ കണ്ടിന്യൂറ്റി ഒക്കെ അവര് നോക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റി എവിടെയാവുന്നു സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് അങ്ങ് നിൽക്കും. അടിപൊളി. പക്ഷെ നല്ല സ്നേഹമുള്ള ആളുകൾ.